ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാനിപ്പോൾ ഇന്ന് പറയാൻ വന്ന വിഷയം മെഹനാസിനെ കുറിച്ചിട്ടാണ്. മെഹനാസിന്റെ പുതിയ വൈഫിന്റെയും പഴയ വൈഫിന്റെയും കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു കോണ്ടന്റായി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണ് ഞാൻ ചെയ്യാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, പബ്ലിക് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. ആ ചാനലിൽ നിരന്തരം ഇവരുടെ ന്യൂസ് ഇങ്ങനെ വന്നിരുന്നു. അപ്പം ഞാൻ ഈ വിഷയത്തെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ എനിക്കറിയാവുന്ന അറിവിലുള്ള ഒരാളാണ് തൻസീർ കൂത്തുപറമ്പ്. ഞാൻ അവനെ വിളിച്ചിട്ട് ഈ വിഷയങ്ങൾ ചോദിച്ചു. എടാ, ഇങ്ങനെ ഒരു വിഷയം കേൾക്കുന്നുണ്ട്, അപ്പൊ ഈ റിഫയായിട്ടൊക്കെ നീ അടുത്ത ബന്ധമുള്ള ആളല്ലേ, ഈ മെഹനാസായിട്ടും നീ ബന്ധമുണ്ട്, കാരണം നിന്റെയൊക്കെ ഒരുപാട് ആൽബത്തിലെല്ലാം അഭിനയിച്ച ഒരാളും കൂടിയാണ് ഇവർ രണ്ടുപേരും. അപ്പൊ എന്താണ് ഈ ആത്മഹത്യയുടെ കാരണം? അതുപോലെ ഇവനിപ്പോ പുതിയൊരു ഭാര്യയൊക്കെ ഉണ്ടായല്ലോ, അപ്പൊ അവര് തമ്മിൽ എന്തൊക്കെയൊരു ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കേട്ടു. അതെന്താണ്, സത്യമാണെന്ന് ചോദിച്ചു. അപ്പൊ അവന്റെ പരിധിയിലും അവന്റെ അറിവിലുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ആ കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോ ഇന്നലെ നേരം വെളുത്തത് മുതലേ ഇവന്റെ മെഹനാസിന്റെ പുതിയ വൈഫും ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസ് പരക്കുന്നുണ്ട്. ഇതൊരു ഫേക്ക് ന്യൂസ് അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പോസ്റ്റ് ഇവൻ തന്നെ ഇട്ട്. ഈ ചങ്ങായിനോട് എനിക്ക് കുറച്ചൊക്കെ ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഓന് ഞാൻ തമ്മിൽ ഒരു ബന്ധമല്ല, എന്നാലും പറയാം. ആദ്യം വൈഫ് മരിച്ചോട് കൂടെ ഓൻ ആദ്യം കയറിയിട്ട് സ്റ്റോറി. രണ്ടാമത്തത് ഇപ്പൊ വൈഫ് പോയി എന്ന് പറഞ്ഞപ്പോ ഓന് എന്റെ വൈഫ് പോയിട്ടോ, ബാക്കി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറി എന്നിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യും. ഈവനിക്ക് ആരെന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ഓന്റെ യൂട്യൂബിൽ കയറിയിട്ട് ഓനിക്ക് അതിൽ നിന്നുള്ള വരുമാനം അത് നിർബന്ധം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിനു മുമ്പ് ഇത്രയും ഇഷ്യൂ നടന്നതാ. ഞാനൊന്നും എനിക്ക് ദുനിയാവിൽ ഇനി പെണ്ണ് കിട്ടൂല എന്ന് വിചാരിച്ചതാ. കാരണം അത് റിഫി ഇവനും തമ്മിൽ അത്ര നല്ല ഒരു സന്തോഷ ജീവിതത്തിൽ പോയിരുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മളൊക്കെ നെട്ടിച്ചും കൊണ്ടുള്ള ഒരു മരണം സംഭവിച്ചത് ഈ റിഫക്ക്. അതന്നെ ആകെ എല്ലാവർക്കും ഒരു ഷോക്കായി. കാരണം ഈ റിഫ എന്ന് പറഞ്ഞ കുട്ടി എല്ലാവരുടെയും വീട്ടിലൊരു കുട്ടിമാരിയായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ ആ ടിക്ടോക്കുള്ള കാലത്തായാലും ഇൻസ്റ്റ വന്നതിന് ശേഷം ആയാലും ശരി, അവള് അത്രയും ഒരു ബോൾഡായിട്ടുള്ളൊരു കുട്ടി തന്നെ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇത്രയും വലിയൊരു കാര്യം, ഒരു മരണം, അതൊരു ജീവിത പങ്കാളി മരിച്ചു എന്ന് നിസാര സ്റ്റോറി ഇട്ട് പറഞ്ഞപ്പോ തന്നെ അവനൊന്ന് അളക്കേണ്ടിയിരുന്നു. അത് ചെയ്യാത്തതാണ് ഏറ്റവും വലിയ ഫാൾട്ടായത്. എന്നിട്ട് ആ മരണം അങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് പോലീസുകാരും നാട്ടുകാരും എല്ലാം പാടെ ഇവൻ തന്നെയാണ് അവളെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് 100% ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് റിഫയുടെ വീട്ടുകാരും നാട്ടുകാരും പോലീസും എങ്ങനെയൊക്കെ ഇവപ്പ കുടുങ്ങും ഇപ്പ പെടും എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആ ഒരു ന്യൂസ് പ്രതീക്ഷിച്ച് നിന്നിരുന്ന സകല ജനങ്ങളെയും നെട്ടിച്ചുകൊണ്ടാണ് പിന്നാമ്പുറത്തു കൂടെ ഇവള് വന്നത്. അപ്പൊ ഇവളുടെ തൊലിക്കട്ടി വല്ലാത്തൊരു തൊലിക്കട്ടി തന്നെയാണ്, സമ്മതിച്ചുകൊണ്ട് ഞാൻ. കാരണം എന്താ അറിയോ, ഒരു പെണ്ണ് ഇവന്റെ കയ്യാലും ഇവന്റെ കാരണത്താലും മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് പോലും ഇവള് ഇത്രയും സിമ്പിളായിട്ട് ഇവന്റെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഒരു പ്രശ്നമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്കെന്റെ വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വയലും പ്രസംഗമൊക്കെ ആയിരുന്നു വലുത്. ഇവനായിട്ട സ്റ്റോറി ഒന്ന് കാണിങ്ങൾ. ഇതാ എന്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത, വാലന്റൈൻസ് ഡേ അല്ലെ, എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് തന്നത്. ഇന്ന് മറക്കാൻ പറ്റാത്ത എന്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത്. ഗൈസ്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളിനി യൂട്യൂബിൽ സംസാരിക്കുന്നതായിരിക്കും. ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മണ്ടിച്ചല്ലേ. എന്നിട്ട് ഓനിക്ക് എന്താ അറിയോ, ആര് മരിച്ചാലും ആര് ജീവിച്ചാലും ഓനിക്ക് പ്രശ്നമില്ല. ഓന്റെ ചാനലില് ഓന്റെ ഫോളോവേഴ്സ്, ഓന്റെ അയിമെന്നുള്ള വരുമാനം ഇത് നിലനിർത്തുക എന്നുള്ളതാണ് ഇവന്റെ മെയിൻ ഉദ്ദേശം. ഇവ എത്ര വലിയൊരു ഫ്രോഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അന്ന് തൻസീറിനോട് ഇവനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ ചോദിച്ച സമയത്ത് തൻസീർ പറഞ്ഞ എന്താ അറിയോ, എന്റെ പരിമിതിയിലുള്ള കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ അവനെ കുറിച്ച് പറഞ്ഞു തരാം. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ അവനെ കുറിച്ചിട്ട് ഇത്രയും മോശം പറയുന്ന പോലെയുള്ള ഒരു അറിവ് എനിക്കില്ല. ഇപ്പൊ നാളെ ഞാനും ഷെരീഫും തമ്മിലുള്ള ബന്ധം, അപ്പൊ ഷെരീഫിനെ കുറിച്ചിട്ട് എന്നോട് ഒരാൾ ചോദിച്ചാൽ എനിക്ക് ഷെരീഫിനെ എങ്ങനെയാണോ അറിയുന്നത് ആ രീതിക്കല്ലേ എനിക്കൊരാളോട് പറയാൻ പറ്റൂ. അങ്ങനെ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളോളം ഞാനും തൻസീറും ഇവന്റെ വിഷയം സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടത്. ആ വീഡിയോ ഇട്ടു എന്നല്ല, എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ വന്നു. തൻസീറിനെ വെളുപ്പിക്കുകയാണ്, ഇവനെ വെളുപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്നു. ഞാൻ അത് നെവർ മൈൻഡ് ആക്കിയിട്ടു. പക്ഷെ അന്നത്തെ കമന്റുകളിൽ ഭൂരിപക്ഷം ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്.
ഇത്രയും കാലം, അതായത് ഞാനതല്ല ആലോചിക്കണേ, ഇത്ര വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ വീണ്ടും എനിക്കൊരു പെണ്ണ് കിട്ടി. പെണ്ണ് കിട്ടിയെന്ന് മാത്രമല്ല, നിക്കാഹ് ചൊല്ലിയിട്ട് മറ്റേ കാതേര് കുടിയിലെത്തിയപ്പോഴത്തിന് ഈ പെണ്ണിന്റെ വേറെ അടക്കപ്പെടെ കഴിഞ്ഞിക്കുള്ളൂ. ആലോചിച്ച് നോക്കണം. ഈ കുട്ടികളും മക്കളും ഇല്ലാതെ പ്രാർത്ഥനയും കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് കിട്ടിയ പൊന്നു പോലെ വളർത്താന്നുള്ളത്. അവരൊക്കെ പടച്ചവൻ ഓരോ പരീക്ഷണങ്ങൾക്ക് വെച്ചിരിക്കുകയാണ്. ഇന്നാലോ ഈ മറ്റേ എന്താ പറയാ, അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ കൊല്ലും കൊലയും ഒളിച്ചോട്ടം ചാടിപ്പോക്കും അങ്ങനത്തെ ആളുകളില്ലേ, ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ് 10 എന്നാ തികയണോ അന്ന് ഓള് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ കുട്ടീനെ നടുക്ക് വെച്ചിട്ട് മറ്റോളെ പിന്നാലെ പോയി, ഇവന്റെ പിന്നാലെ പോയി, ഓൾ അങ്ങനെ ചെയ്തു. ഇവരൊക്കെ കോണ്ടന്റുകൾ പിന്നെ ഇതാണ്, ഓൾക്ക് ഇഷ്ടമല്ലത് ഓളെ ചാനലിൽ ഇടുക, ഇവനക്ക് ഇഷ്ടമല്ല ഇവനെ ചാനലിൽ ഇടുക. ഒരു വീട്ടിൽ താമസിക്കുന്ന ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പരിപാടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അറീഫയുടെയൊക്കെ കാര്യത്തിൽ അത്രയും ജനങ്ങൾ വെറുത്തതാണ് ഇവനെ. എന്നിട്ട് പോലും ഞാൻ അവിടുന്നും ഇവിടുന്നും 1 or 2 നല്ല വാക്ക് അവന്റെ പേരിൽ കിട്ടിയിരിക്കണെച്ചെങ്കിൽ അതടക്കം ഞാൻ എടുത്ത് പറഞ്ഞേക്കണു, ഒരു മനുഷ്യനെ തളർത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇവനെ തളർത്തല്ല, ഇവനൊക്കെ തല്ലി ശരിയാക്കേണ്ട അങ്ങേയറ്റം ചെറ്റത്തരാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും അല്ലെങ്കിൽ ഒരു ഭാര്യ മരണപ്പെട്ടിട്ട് ഓനാ സ്റ്റോറി കയറി നോക്കി എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ട ഒരാളാ. അത് കഴിഞ്ഞ് 2ാം ഭാര്യ ഒളിച്ചോടിയപ്പോ അത് യൂട്യൂബിക്ക് ചെല്ലാന് യൂട്യൂബിൽ അവന്റെ വാപ്പുണ്ടല്ലോ, യൂട്യൂബിലേക്ക് എന്നിട്ട് മറ്റേ അവിടുന്ന് കണക്കും കാര്യങ്ങളും നോക്കാന്. ഇത്ര പോലൂലെ ചങ്ങായി. ഇജ്ജ് കേൾക്കാനാ ഇത് കേൾക്കുന്നത് വരെ ആരെങ്കിലും ഇത് എനിക്ക് ഷെയർ ചെയ്യുകൊണ്ടു. കാരണം എന്താ പറയുക, മനുഷ്യനായ കുറച്ച് ഉളുപ്പ് വേണം. എന്നിട്ട് ഇപ്പൊ ഏതൊരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് പറയാം അതൊക്കെ കൂടോത്രമാണെന്ന്. കോഴിമുട്ടമാരെ എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇതായിക്കണു, അതുകൊണ്ടാണ് മറ്റിങ്ങനെയൊക്കെ സംഭവിച്ചത്. ആദ്യം ഒന്നും വെച്ച് വിശ്വാസം ഉണ്ടായില്ല, ഇപ്പൊ വിശ്വാസം ഉണ്ടായിന്ന്. നല്ല ഐറ്റാണ്. ഏതായാലും ഇത് തെരഞ്ഞെടുത്ത ഐറ്റം നല്ല ഐറ്റാട്ടോ. ചില്ലറ ഐറ്റം ഒന്നുമല്ല. കാരണം എന്താ പറയുക, ഇനി എന്തുണ്ടായാലും കൂടോത്രത്തിൽ കണ്ട് ഇട്ടാ മതിയല്ലോ. അതൊന്ന് കേട്ടോ. വിശ്വസിക്കാത്ത ആളായിരുന്നു. പക്ഷെ എന്റെ ജീവിതാനുഭവത്തില് ഞാൻ അറിയാണ്ട് ഞാൻ ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ എന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അത് നല്ല പുറം പൊളിയണമാതിരി അടി കിട്ടാത്തോണ്ടാ, അല്ലാതെ കോയിമുട്ടമ്മ കൂടോത്രം ചെയ്തിട്ടൊന്നുമല്ല. ഇവൻ ചെയ്ത കാര്യങ്ങൾ നോക്കി. നീ ഇങ്ങനെക്കാള് പറഞ്ഞിട്ട് പോലെ ഈ ചെക്കൻ്റെ ഒക്കെ ആര് പോയാലും എട്ടിന്റെ പണി കിട്ടൂട്ടോ. നല്ലോണം ശ്രദ്ധിച്ചോ. വിത്ത് എവിഡൻസ് കാണുന്നവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും ചാനലൊന്ന് അത് മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പോയാലും നല്ല പെടലായിരിക്കും പെടുന്നത്. ഇവന്റെ ഒക്കെ ആര് പെട്ടുപോയാലും നല്ല പെടലായിരിക്കും പെടുന്നത്. ആരും വലയിൽ വീഴാണ്ടിരിക്കുക. കാരണം മാക്സിമം ഇവന്റെ മുതലെടുപ്പാണ്. ഇവന്റെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഭയങ്കര ഒരു വിഷയമായി കിടക്കുന്ന ഒരു കാര്യം കൂടെ ഇവൻ തലയിലേറ്റി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ പെൺപിള്ളേരുടെ ജീവിതം തകർക്കലാണ് ഇവന്റെ പണി. ഓരോ ദിവസം ഓരോ പെൺപിള്ളേരുടെ ജീവിതം തകർക്കലാണ് ഇവന്റെ പണിന്ന്. ഓൺലൈൻ വഴിയാണ് തകർക്കണ വെച്ചെങ്കിൽ ഇജ്ജിപ്പത് കെട്ടിയിട്ടല്ലേ തകർക്കണത്. നിങ്ങൾ രണ്ടാള് ഒരു വണ്ടിയിലെ യാത്രക്കാരാണ്, അതുകൊണ്ട് അത് വിട്. ഈ മെഹനാസിന്റെ വൈഫിനെ കൊണ്ടുപോയി എന്ന് പറയുന്നതല്ലേ, ലോക ഫ്രോഡാണ്. കാരണം ഇതിന്റെ മുമ്പും കുറെ ആളുകളെ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഓൺലൈൻ വഴി കുറെ ചീറ്റിംഗ് പരിപാടി നടത്തിയ ഒരു വ്യക്തിയും കൂടിയാണ്. അതിലുപരി നമ്മുടെ തൊപ്പിയുടെ ഒരു പഴയ ലവർ ഉണ്ടായിരുന്നു. എന്താ അതിന്റെ പേര്, ഫസ്മിന സാക്കിർ അല്ലേ? ആ മറ്റേ കരയാണോ ചിരിക്കുകയാണോ ഒരു പിടുത്തമല്ലാതെ ഇങ്ങനെ കൊഞ്ചനം കാട്ടിയമാതിരി ഇരിക്കൂലേ ആ പെണ്ണ് ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ഇവന്റെ കാര്യം പറയാനും ഇവനെ കുറിച്ച് പറയാനുമാണ്. അങ്ങനെയാണ് ഓള് ഫേമസ് ആയത്. അതൊന്ന് കേൾക്കാം. മെഹനാസ് ഈ സംഭവം രാവിലെ വിളിച്ച് പറഞ്ഞ് കുറെ കരഞ്ഞായിരുന്നു. അപ്പം ഐ ഫീൽ വെരി സാഡ് ഫോർ മെഹനാസ്. ഓട്ടലിയ സാരമില്ല. അപ്പം കല്യാണം കഴിഞ്ഞവരൊക്കെ സൂക്ഷിക്കുക. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഇതില് ഇങ്ങനെ വരും. പ്രത്യേകിച്ച് ഇവൻ കല്യാണം കഴിഞ്ഞവര് കുട്ടിയുണ്ട് എന്നൊന്നും നോക്കത്തില്ല. ഇവൻ അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. കിട്ടുന്ന എല്ലാം ഓക്കെയാണ്. സോ നിങ്ങൾ സൂക്ഷിക്കുക. ആൻഡ് ഇതിനെ പറ്റി ഞാൻ സംസാരിക്കുന്നതായിരിക്കും. കേട്ടില്ല നിങ്ങളെ, കല്യാണം കഴിയുന്നവരൊക്കെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഓൻ തട്ടിക്കൊണ്ടുപോകും. അപ്പൊ എന്താ ഞങ്ങളൊക്കെ മറ്റേ ഫുട്ബോളിനല്ലേ കെട്ടിയിരിക്കണത്, ഓനിക്ക് തോന്നുമ്പോ അങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ. അതൊക്കെ അവനാന്റെ കയ്യിലിരിപ്പും അവനാന്റെ കുറവുമാണ്. മനസ്സിലായോ? ഇതൊക്കെ സ്വന്തം വരുത്തിയേക്കുന്നേ. ഇവളെന്താ മോശ, ഇവള് മറ്റേ ഏത് കൊച്ചിയിലായാലും കൊയിലാണ്ടിയിലായാലും ശരി, ആർക്ക് കാണുന്ന പറഞ്ഞാൽ അപ്പൊ ഓള് വണ്ടി എടുത്ത് അവിടെ പോയിക്കും. എന്നിട്ട് അവിടുന്ന് ലൈവ് ഇടല, ഞാനിവിടെ എത്തി ഗേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേമാതിരി തന്നെയാണ് ഇപ്പൊ ഈ മെഹനാസിന്റെ പുതിയ ഭാര്യ. എങ്ങനെ ഓള് ഇത്രയും പ്രശ്നം നടക്കുമ്പോ ഇത്രയും ജനങ്ങളും മലയാളികൾ ഒന്നടങ്കം ഈ മെഹനാസിനെതിരെ സംസാരിച്ചും കൊണ്ടും ഈ റിഫയുടെ കാര്യത്തിൽ അത്രയും കർശനമായിട്ടൊരു നിയമ നടപടി വേണം എന്ന് പറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഇവള് പിന്നാമ്പുറത്തെ കൂടെ ഓടി വന്നിട്ട് ഓനെ തന്നെ മതി, ഓനെ കെട്ടണം എന്ന് പറഞ്ഞത്.
അന്നേ ജനങ്ങൾ പറഞ്ഞതാ നിനക്കില്ല പണി നന്നായിട്ട് വരും, അത് കുറച്ച് കഴിയട്ടെ എന്ന്. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ കുറെ പ്രശ്നങ്ങളുണ്ടായി. ഓന്നെ തല്ലി, ഓന്നെ നുള്ളി, ഓന്നെ കൊഞ്ചനം കാട്ടി, ഈ തരത്തിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ടായി. ഇതുണ്ടാവുന്ന മാത്രമല്ല, ഇതുണ്ടായി കുറച്ച് കഴിഞ്ഞോടുകൂടെ പിന്നെ ഓലും ഒന്നാവും. എങ്ങനെ നമ്മളെ ജനങ്ങളെ വിഡ്ഢിയാക്കണ മാതിരി. ഇപ്പൊ ഇവൻ വന്നിട്ട് പറഞ്ഞു അവളെ ഒളിച്ചോടിന്ന്. എന്നാലോ അവള് പറഞ്ഞതോ ഗൈസ് ഞാനിതാ എന്റെ മറ്റേ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാലോ എന്റെ ഫ്ലാറ്റ് ഏതാണെന്നുള്ളത്. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവളെ ഫ്ലാറ്റ് ഏതാണെന്നുള്ളത്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓളും ഒരു വീഡിയോ ഇട്ടു. ഇതാ കണ്ടോക്കാം. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ കുറച്ച് റൂമറൊക്കെ കേട്ടായിരുന്നു ഞാൻ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഗായ്സ് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. എൻ്റെ കുട്ടി ഉറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ റൂമറൊന്നും സത്യമല്ല. ഓക്കെ, കേട്ടില്ലേ? ഇപ്പൊ നമ്മളാരായി? ഇതാണ് അവസ്ഥ. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും പറ്റൂല. ഇനി അഥവാ വിശ്വസിച്ച അതെങ്ങനെ വിശ്വസിക്കാതിരിക്കാം എന്നുള്ള പൊടിക്കൈകളും ഇവരെ കയ്യിലുണ്ട്. ഇവർക്കൊക്കെ ഓരോ കോണ്ടന്റാ, മനസ്സിലായോ? നമ്മളതിന് സമയവും കളഞ്ഞ് ഇങ്ങനെ മൊബൈലും തുറന്നിരിക്കും. ഇപ്പൊ ചാടി, ഇപ്പൊ വന്നു, ഇപ്പൊ പോയി, ഇപ്പൊ ഇറങ്ങി, ഇങ്ങനത്തെ കുറെ ഐറ്റം കഥകളാ അവരെടുത്ത്. അപ്പൊ അതിന്റെ ഒന്നും പിന്നാലെ പോകാൻ നിൽക്കണ്ട. ഓള് പോകാതിരിക്കുക അത് ഓളെ ഇഷ്ടം, ഇവൻ കെട്ടായിരിക്കുക അത് ഇവന്റെ ഇഷ്ടം. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിലുള്ള മറ്റേ സ്റ്റോറിയും സ്റ്റാറ്റസും ആരെങ്കിലും സ്വന്തം കെട്ടിയോള് മറ്റൊരുത്തന്റെ പിന്നാലെ ഒളിച്ചോടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിന്റെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ മറ്റേ യൂട്യൂബ് കയറി, അല്ലെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ചെയ്യ് എന്നൊക്കെ പറയാൻ നിൽക്കും. അപ്പൊ ഇവന്റെ ഇതെത്ര വലിയൊരു മോയന്താ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ എത്ര കാര്യഗൗരവത്തോടെ എടുത്തുക്കണു. അവന്റെ ഭാര്യയാണ്, അവന്റെ കുഞ്ഞിന്റെ ഉമ്മയാണ് എന്നൊന്നും മോന് അതൊക്കെ ഓൻ മറന്നിക്കണു. ഓനിക്ക് എന്താ അറിയണ്ടുള്ളൂ, നിങ്ങൾ എന്റെ സബ്സ്ക്രൈബർ ആണോ? ഇനി അഥവാ ചെയ്തിട്ടില്ലേ ഇതാ ഒന്ന് വേഗം ചെയ്യും. ഇത്രയേ ഉള്ളൂ ഉപ്പന്റെ കണക്കില്. ഇതാണ് അവസ്ഥ. അപ്പൊ ഇതിന്റെ ഒന്നും പുറകെ പോയിട്ട് ഒരു കാര്യമല്ല. ഇതൊക്കെ എന്താ അറിയോ, നാറിയ പീത്തൂന്നറിയില്ലേ, ആ ഐറ്റ. എന്നാ ശരി, ഓക്കെ, ബൈ.